ബാംഗ്ലൂരിലെ ക്രിസ്മസ് വൈബ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെയാണ്. നാട്ടിലെ പോലെയല്ല. ഏകദേശം ഒരു മാസം മുന്നേ തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ വീഡിയോ ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തതാണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ ക്യാമ്പസ്. അതുകൂടാണ്ട് ഇതിൻ്റെ ലാസ്റ്റായിട്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ BGR ക്യാമ്പസ്, അതായത് ബന്നേർഘട്ട ക്യാമ്പസ്. അതിൻ്റെ രണ്ടിൻ്റെ മിക്സ്ചറാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് കണ്ടില്ലേ, പുൽക്കൂടും അതിൻ്റെ ചുറ്റിലും ഒരു എന്താ പറയുക പുൽമേടും എല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരിൽ ക്രിസ്മസ് ഒരു വൈബ് തന്നെയാണെന്ന്. അതിന് മെയിൻ ഒരു റീസൺ വെച്ചാൽ അവിടുത്തെ ഒരു തണുപ്പാണ്. അതായത് ഒരു വിൻ്റർ സീസൺ അല്ലേ, അപ്പം തണുപ്പും ആ ഒരു ക്രിസ്മസും കൂടി വരുമ്പം രണ്ടിൻ്റെ കോമ്പിനേഷൻ കൂടി ആകുമ്പം അതാ ഞാൻ പറഞ്ഞത് വേറെ തന്നെ ഒരു വൈബ് എന്ന്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഭയങ്കരമായ ഡെക്കറേഷൻസും പല പ്രോഗ്രാംസും ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു നല്ല രസമാണ്. പണ്ടെല്ലാം ക്രിസ്മസിന് നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിൽ ഈ കരോള് വരില്ലേ, ചെറിയ കുട്ടികൾ. അതിലൊരു കുട്ടി സാന്താക്ലോസിൻ്റെ വേഷമിലിട്ട്, പിന്നെ വേറെ കുറേ ആൾക്കാർ ചെറിയ എന്താ പറയുക ഇതിൻ്റെ മ്യൂസിക് ബാൻഡും സംഭവങ്ങളെല്ലാം വന്നിട്ട് പാട്ടെല്ലാം പാടി കുറേ മുട്ടായി എല്ലാം കൊടുത്ത്, അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ചെറിയ പൈസ എല്ലാം കൊടുത്ത് നല്ല രസമാണ് അത് സംഭവം. ആ നാട്ടിൽ ഞാൻ കണ്ട ഓർമ്മയുണ്ട്. പക്ഷെ നഗരങ്ങളിൽ ഈ കാഴ്ചകളൊന്നും കിട്ടുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലാവുമ്പം ഈ കാഴ്ചകളെല്ലാം കിട്ടും. പക്ഷെ നഗരങ്ങളിൽ ആ ഒരു കുട്ടികൾ വന്ന് ഒരു ക്രിസ്മസിൻ്റെ ആഘോഷവും ഡാൻസും പരിപാടിയൊന്നും അത് നമുക്ക് എന്തായാലും മിസ്സാവും. പക്ഷെ നഗരങ്ങളിലെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ രീതിയിൽ പല മോളുകളും ഉണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂരിലെ ഓറിയൻ മോളും പിന്നെ മോൾ ഓഫ് ഏഷ്യ, അങ്ങനെ കുറേ മോളുകളിൽ ഭയങ്കരമായ ഡെക്കറേഷൻസും സംഭവങ്ങളും ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടെ ഞാനൊരു വാർത്തയെല്ലാം കണ്ടു, അവിടെ ഭയങ്കര തിക്കും തിരക്കും ആൾക്കാർ തള്ളിക്കയറ്റം കൊണ്ട് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടിലുണ്ടായെന്നല്ലോ ഞാൻ വാർത്ത കണ്ടിരുന്നു. അപ്പം അങ്ങനെ ഒരു കാഴ്ചകളാണ് നഗരത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസിലുണ്ടാകുന്നത്. ഇപ്പം കാണുന്ന കാഴ്ചകൾ ബാംഗ്ലൂരിലെ BGR ക്യാമ്പസ്, അതായത് ബന്നേർഘട്ട റോഡ് ക്യാമ്പസിലെ ക്രൈസ്റ്റിൻ്റെ ബന്നേർഘട്ട റോഡ് ക്യാമ്പസിലെ കാഴ്ചകളാണ്. ഇവിടെ ഞാൻ പോയിരുന്നു. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്രിസ്മസ് കരോൾ ഉണ്ടായിരുന്നു. അതായത് ഇവരെ ക്യാമ്പസിൽ നിന്ന് പല ക്യാമ്പസിൽ നിന്നും വരുന്ന കുട്ടികൾ തമ്മിലും അല്ലാണ്ട് വേറെ കോളേജിൽ നിന്നും വരുന്ന കുട്ടികൾ തമ്മിലും ഒരു മത്സരം പോലെ കരോൾ പാട്ടുകളുണ്ടാവും. ഭയങ്കര രസമാണ് അത് കാണാനും അത് ആസ്വദിക്കാനും. അപ്പം ഞാനത് ഒരു 2 വർഷം മുന്നേ ഒരു പ്രാവശ്യം കണ്ടിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയി. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരു കോമ്പറ്റീഷൻ മൂഡായിരിക്കും. കാരണം ഓരോ ക്യാമ്പസുകാരും അവരവരെ കരോൾ അത്രക്കും ഭംഗിയാക്കണമെന്നുണ്ടാവുമല്ലോ. അപ്പം എല്ലാം കൂടി കാണുമ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും, കേൾക്കാനും ഭയങ്കര രസമായിരിക്കും. ഈ കരോളിലെ തന്നെ പല രീതിയിലുള്ള വെറൈറ്റീസും ഞാൻ അന്ന് കണ്ടു. കാരണം ഇവർ മലയാളം പാട്ടും അതിൽ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഒരു ക്ലാസിക് ടച്ച് വരുന്ന ഒരു കരോളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവരവിടെ പെർഫോം ചെയ്തത്. അപ്പോൾ അതൊരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അവിടെ വരുന്നവർക്കെല്ലാം ഒരു സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത പ്ലം കേക്ക്സ് ഉണ്ടായിരുന്നു. അതും എനിക്ക് കിട്ടി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു ക്രിസ്മസ് അടിപൊളിയായി മാറി തന്നെ പറയാം. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. പല പള്ളികളുണ്ടാവും, പല സ്ഥലങ്ങളുണ്ടാവും, അവിടെയൊക്കെ പോയി കാണാം, എൻജോയ് ചെയ്യാം. അപ്പോൾ മേരി ക്രിസ്മസ്.